ഈശോയിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്ന കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് ഒരുങ്ങി കഴിഞ്ഞ പാഠങ്ങളൊക്കെ പഠിച്ച് മിടുക്കരായിട്ട് വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷമാണ്. നിങ്ങളെല്ലാവരും നല്ല മിടുക്കരാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ പുതിയ പാഠത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചു പിടിച്ച്, കരങ്ങൾ കൂട്ടിപ്പിടിച്ച്, മനസ്സിൽ ഈശോയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും കൈകളൊന്ന് കൂട്ടിപ്പിടിച്ച്, കണ്ണുകൾ അടച്ചു പിടിച്ച്, മനസ്സിൽ ഈശോയെ ഓർത്ത് നമുക്ക് ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്ററുടെ കൂടെ മക്കളും പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയെ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ദിവസമായിരിക്കുവാനും അങ്ങയെക്കുറിച്ച് പഠിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പാപമേഖലകളെയൊക്കെ തിരിച്ചറിയുവാനും അവയൊക്കെ ഉപേക്ഷിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മോശ സീനായ് മലയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് അല്ലേ? 10 കൽപ്പനകൾ മോശയ്ക്ക് ദൈവം നൽകുന്നതിനെക്കുറിച്ചും മോശ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. 10 കൽപ്പനകൾ ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? പഠിച്ചോ അതൊക്കെ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണും. ഒരിക്കൽ കൂടി നമ്മളതൊന്ന് ഓർക്കാൻ വേണ്ടി, പെട്ടെന്ന് ഈ 10 കൽപ്പനകൾ ഓർക്കാൻ വേണ്ടി ഒരു കുറച്ച് നേരം നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കണം വീഡിയോയുടെ കൂടെ ആയിരുന്ന് ഈ 10 കൽപ്പനകൾ, മോശയ്ക്ക് ദൈവം നൽകിയ 10 കൽപ്പനകൾ ഒന്നുകൂടി നമ്മൾ മനസ്സിലോർക്കും. അങ്ങനെ 40 പകലും 40 രാത്രികൾക്കും ശേഷം ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. മോശേ, മോശേ, ദൈവമേ, ജീവിക്കുവാനുള്ള നിയമങ്ങൾ ഞാൻ നിനക്ക് 10 കൽപ്പനകൾ തരുന്നു. നീ മറ്റു ദേവന്മാരെ ആരാധിക്കരുത്. നീ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. നീ സാബത്ത് പരിശുദ്ധമായി ആചരിക്കണം. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. നീ കൊല്ലരുത്. നീ വ്യഭിചാരം ചെയ്യരുത്. നീ മോഷ്ടിക്കരുത്. നീ കള്ളസാക്ഷ്യം ചെയ്യരുത്. മറ്റുള്ളവരുടെ വസ്തുക്കൾ നീ ആഗ്രഹിക്കരുത്. നന്ദി ദൈവമേ, നന്ദി. നന്നായിട്ട് ശ്രദ്ധിച്ചോ? 10 കൽപ്പനകളും നിങ്ങൾ മനസ്സിൽ ശരിക്കും പഠിച്ചായിരുന്നോ? നന്നായിട്ട് ഓർമ്മ വന്നോ വീഡിയോ കണ്ട സമയത്ത്? എല്ലാവരും നന്നായിട്ട് ഓർത്തു അല്ലേ? നന്നായിട്ട് നിങ്ങൾ പഠിച്ചു. നല്ല മിടുക്കരായിട്ടാണ് ഇരിക്കുന്നതെന്ന്, നന്നായിട്ട് ഇരിക്കുന്നതിൽ സിസ്റ്ററിന് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി മോശ ദൈവസന്നിധിയിലായിരുന്ന സമയത്ത് ഇസ്രായേൽ ജനം എന്താ ചെയ്തതെന്ന് നമുക്കറിയണ്ടേ? മോശ സീനായ് മലമുകളിൽ ദൈവസന്നിധിയിലായിരുന്ന സമയത്ത് താഴ്വാരങ്ങളിൽ ഇസ്രായേൽ ജനം മുഴുവനും താഴ്വാരങ്ങളിലായിരുന്നല്ലേ? ആ സമയത്ത് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്കറിയണ്ടേ? താഴ്വാരങ്ങളിലായിരുന്ന ഇസ്രായേൽ ജനം എന്താ ചെയ്തതെന്നും നമ്മളിപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഒന്ന് കാണും. ശ്രദ്ധിച്ച് കാണണം കേട്ടോ. അതിനിടെ അടിവാരത്തിലെ ജനങ്ങൾ അക്ഷമരായി. അവർ വഴക്കടിച്ചു തുടങ്ങി. ഒരു ദിവസം അവർ അഹറോന്റെ അടുത്തെത്തി. അയാൾ ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല, ഒരിക്കലും. അയാൾ നമ്മളെ ഉപേക്ഷിച്ച് പോയതാ. എത്ര നാളായി ഇപ്പം? മോശ തിരിച്ചു വരും. മോശ തിരിച്ചു വന്നിരിക്കും. അദ്ദേഹത്തെ വിശ്വസിക്കൂ. എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇപ്പോൾ എത്ര ദിവസമായി? അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദൈവത്തെ ഉണ്ടാക്കണം. എന്ത്? ഈജിപ്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച ഏക ദൈവം മാത്രമേ നമുക്കുള്ളൂ. ഇല്ല, ഞങ്ങൾക്ക് ശരിക്കൊരു ദൈവം വേണം. ഞങ്ങൾക്ക് കാണാനും തൊടാനും പറ്റിയൊരു ദൈവം. നിങ്ങളുടെ ആഭരണങ്ങളെല്ലാം അഹറോന് കൊടുക്കൂ, നിങ്ങളുടെ വെള്ളികളും. അഹറോൻ ശരിക്കുള്ള ഒരു ദൈവത്തെ നമുക്കുണ്ടാക്കി തരും. സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടി. ഇസ്രായേൽ മക്കളുടെ ആവശ്യപ്രകാരം സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അഹറോൻ നിർബന്ധിതനായി. അഹറോൻ കുറേ നേരം ശ്രമിച്ചു. അത് തയ്യാറായി കഴിഞ്ഞപ്പോൾ അത് ആളുകൾക്ക് കൊടുത്തു. ഇതാ നോക്കൂ, ഇതാ സ്വർണത്തിലുണ്ടാക്കിയ നിങ്ങളുടെ ദൈവം. ഇതല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഇതല്ലേ? മാറി നിൽക്കടോ. ഇതാണ് നമ്മുടെ ദൈവം. നമുക്ക് ആഘോഷിക്കാം, നമുക്ക് നൃത്തം ചെയ്യാം സുഹൃത്തുക്കളെ. നമ്മൾ എന്താ വീഡിയോയിൽ കണ്ടേ? താഴ്വാരങ്ങളിലായിരുന്ന ഇസ്രായേൽ ജനം അഹറോനോട് പോയി വഴക്കുണ്ടാക്കി അല്ലേ? ആരാണ് അഹറോൻ എന്നറിയാവോ? അഹറോൻ മോശയുടെ സഹോദരനാണ്. മോശയുടെ കൂടെ നിന്ന് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം നിയോഗിച്ച വ്യക്തിയാണ്.
എന്തു പറഞ്ഞാണ് അഹ്റോനോട് ഇസ്രായേൽക്കാർ വഴക്കുണ്ടാക്കിയത്? അവർക്കൊരു ദൈവത്തെ വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയല്ലേ? മോശ എന്ന മനുഷ്യൻ മലയിലേക്ക് കയറിപ്പോയിട്ട് കുറേ ദിവസമായി, അയാളെ ഞങ്ങൾ കാണുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഞങ്ങൾക്ക് പുതിയൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ തീയിലിട്ടുരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിൻ്റെ മുൻപിൽ അവർ ആഘോഷമായിട്ട് നൃത്തം ചെയ്ത് പാട്ടുപാടി ഒരു കാളക്കുട്ടിയെ, മനുഷ്യൻ അവൻ്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കാളക്കുട്ടി അവർ ആരാധിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടതല്ലേ? പ്രിയപ്പെട്ട മക്കളെ, ദൈവം നൽകിയ ഒന്നാമത്തെ കൽപ്പന എന്നതായിരുന്നു? നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത്. അതായിരുന്നു ദൈവം നൽകിയ ഒന്നാമത്തെ കൽപ്പന. പക്ഷേ മോശ ദൈവസന്നിധിയിലായിരുന്ന സമയത്ത് താഴ്വാരങ്ങളിലുണ്ടായിരുന്ന ഇസ്രായേൽ ജനം ഈ ഒന്നാമത്തെ കൽപ്പന തന്നെ ലംഘിച്ചു, ദൈവത്തെ ഒരുപാട് വേദനിപ്പിച്ചു. മോശ ദൈവസന്നിധിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മോശ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം ഇങ്ങനെ ഒരു കാളക്കുട്ടിയുടെ ചുറ്റും നിന്ന് വലിയ ഡാൻസും അട്ടഹാസവും ഒക്കെ നടത്തുന്നത്. മോശയ്ക്ക് ഭയങ്കര സങ്കടമായി. ഇവർ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ഒരു കാളക്കുട്ടിയെ ആരാധിക്കുന്നത് കണ്ട് മോശയ്ക്ക് ഭയങ്കര സങ്കടമായി. മക്കളെ, സിസ്റ്റർ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഭയങ്കര സങ്കടത്തോടെ ഇറങ്ങി വന്ന മോശ ഇസ്രായേൽ ജനത്തെ മുഴുവന് പിന്നെ വഴക്ക് പറഞ്ഞു, അവരോട് വഴക്കുണ്ടാക്കി. ദൈവം സ്വന്തം കൈകൊണ്ട് എഴുതി കൊടുത്ത കൽപ്പലകകൾ എറിഞ്ഞുടച്ചു. ആകെപ്പാടെ അസ്വസ്ഥതയായി. ഈ ഒരു പാപം ഇസ്രായേൽ ജനം ചെയ്തപ്പോൾ അവർക്ക് സന്തോഷമാണോ ഉണ്ടായത്, ദുഃഖമാണോ ഉണ്ടായത്? പാപം ചെയ്ത ഇസ്രായേൽ ജനത്തിന് സന്തോഷമാണോ ഉണ്ടായത്, ദുഃഖമാണോ ഉണ്ടായത്? സങ്കടമാണ് അവസാനം സംഭവിച്ചത് അല്ലേ? പാപം ചെയ്ത സമയത്ത് കാളക്കുട്ടിയുടെ ചുറ്റും ഡാൻസൊക്കെ കളിച്ച് നടന്ന സമയത്തൊരു സന്തോഷമൊക്കെ തോന്നിയെങ്കിലും അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അസ്വസ്ഥതയായി. ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധം ഇല്ലാതെയായി. മോശയും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധത്തിൽ വീഴ്ചകൾ സംഭവിച്ചു. ഇസ്രായേൽ ജനങ്ങൾക്ക് ആകപ്പാടെ വിഷമമായി, മോശയ്ക്ക് വിഷമമായി, ദൈവത്തിന് വിഷമമായി, എല്ലാവർക്കും വിഷമമായി അല്ലേ? അപ്പോൾ പാപത്തിൻ്റെ ഫലം എപ്പോഴും സങ്കടമാണ്. എന്നാൽ ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? സന്തോഷം ലഭിക്കും. ഈ ഒരു പാഠം ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ പഠിച്ചു പോവുകയാണ്. നമ്മൾ എപ്പോഴൊക്കെ പാപം ചെയ്താലും അതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാവുന്നത് എന്താണ്? സങ്കടമാണ്. ഈ പാപം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ നമ്മൾ ലംഘിക്കുന്നതാണ്, അത് തെറ്റിക്കുന്നതാണ് നമ്മൾ പാപം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ 10 കൽപ്പനകൾ പഠിച്ചു അല്ലേ? ഈ 10 കൽപ്പനകളും നമ്മൾ ലംഘിക്കുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ലംഘിച്ചാൽ പോലും അതെന്താണ്? പാപമാണ്. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ പാപം ചെയ്യാറുണ്ടോ? ആരെങ്കിലുമൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ സിസ്റ്ററിനോട് പറയും, സിസ്റ്ററെ ഞങ്ങൾ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പോകുന്നില്ല, ദൈവത്തിൻ്റെ നാമമൊന്നും ഞങ്ങൾ വൃഥ പ്രയോഗിക്കുന്നില്ല, ഞങ്ങൾ ആരെയും കൊല്ലാനോ അല്ലെങ്കിൽ മാതാപിതാക്കളോട് വലിയ വഴക്കൊക്കെ ഉണ്ടാക്കി അവരെ ഞങ്ങൾ നോക്കാതിരിക്കുന്നൊന്നുമില്ല, അങ്ങനെയൊക്കെ നമ്മൾ വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ സിസ്റ്ററിനോട് പറയും. പക്ഷേ നമ്മുടെ കയ്യിലും ചിലപ്പോൾ ചില പാപങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. ഹായ് ഹായ്, എനിക്കൊരു ബോൾ കിട്ടി. ഇല്ല, നിനക്ക് കിട്ടിയില്ല, അതിപ്പോ എന്റെ കയ്യില്ല. ഹേയ്, കണ്ടോ ജോർജ്? ജോർജ് നിക്ക്, എന്റെ ബോൾ ഇതാ. നിക്ക് നിക്ക്, ഞാനൊരു ഗോൾ അടിക്കാൻ പോവാണ്. ഇല്ല, നിനക്കാവില്ല. നിങ്ങൾ രണ്ടാളും ഉണ്ടല്ലോ. ഞങ്ങൾക്ക് കുറുമ്പ് കൂടുതലാണെന്നാണോ നീ ഉദ്ദേശിച്ചത്? അതെ, കുറുമ്പ് തന്നെയാ. ഈ വഴക്കൊന്ന് നിർത്ത് ജോർജ്. അവനാ ബോൾ അങ്ങ് കൊടുക്ക്. ശരി, എന്നാ എടുത്തോ. എനിക്ക് എന്റെ ബോൾ തിരിച്ചു കിട്ടിയല്ലോ. ജോർജ്, നീ അവനേക്കാൾ മൂത്തതല്ലേ, നീ എന്തിനാ അവന്റെ കൂടെ വഴക്കിടുന്നത്? ഞാൻ അവനുമായി വഴക്കിട്ടതല്ല, ഞങ്ങൾ വെറുതെ കളിക്കുകയായിരുന്നു. ശരിയാ, ഞങ്ങൾ വെറുതെ കളിക്കുകയായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. നീ നുണ പറയാണ്. നീ എന്നെ കള്ളാന്ന് വിളിക്കാണോ? അതെ, വിളിച്ചു. ഹോ, ഇത് ശരിയാവണ ലക്ഷണമേ ഇല്ല. നിനക്കെന്നെ കള്ളാന്ന് വിളിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? കാരണം നീ കള്ളം പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞില്ല, മാത്യു പോലും പറഞ്ഞല്ലോ ഞങ്ങൾ കളിക്കായിരുന്നു എന്ന്. അതുകൊണ്ട്
എന്താ ഇവിടെ ഒരു ബഹളം? ദേ ജോണച്ചൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. എന്തായിരുന്നു ഇവിടെ? തമ്മിൽ വഴക്കു കൂടുമായിരുന്നോ? ഇല്ല അച്ചോ, ഞങ്ങളിങ്ങനെ ഞങ്ങൾ വെറുതെ ചർച്ച ചെയ്യുകയായിരുന്നു. അതെ അച്ചോ, ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. കള്ളം പറയരുത് കേട്ടോ. കള്ളം പറഞ്ഞ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. ഞങ്ങൾ സത്യം പറ എന്നോട്, എന്തിനാ നിങ്ങൾ വഴക്കടിച്ചത്? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ നുണ പറയരുതായിരുന്നു. എനിക്കും മാപ്പ് തരണം. നമ്മുടെ കുറച്ച് കൊച്ചു കൂട്ടുകാർ, നമ്മളെ പോലെയുള്ള കൊച്ചു കൂട്ടുകാരുടെ ജീവിതമാണ് നമ്മൾ കണ്ടതല്ലേ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാവങ്ങൾ, കുഞ്ഞു കുഞ്ഞു നുണകൾ, കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ലേ? ഇല്ലേ? അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മൾ പലപ്പോഴും നമ്മളറിയാതെ പാപം ചെയ്തു പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് പറഞ്ഞ കാര്യം അതേപടി നമ്മൾ മറ്റ് ദൈവത്തെയൊന്നും ആരാധിക്കാനൊന്നും ചിലപ്പം പോകുന്നുണ്ടാവില്ല. പക്ഷെ ചില സമയത്ത് നമ്മൾ അതിനോട് അടുത്ത രീതിയിൽ ചിലപ്പം വല്ല പാപങ്ങളൊക്കെ ചെയ്യും. ചിലപ്പോൾ നമ്മൾ അതും ദൈവമാണോ എന്നൊക്കെയുള്ള ചിന്തകൾ, ചിലപ്പോൾ ചില പേടികളൊക്കെ കടന്നു വരുവല്ലേ. ഇനി ചിലപ്പോൾ നമ്മൾ കള്ളസാക്ഷ്യം പറയാം, കോടതിയിൽ പോയി കള്ളസാക്ഷ്യമൊന്നും പറയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ നല്ല നുണകൾ ചിലപ്പം പറയാലേ, ടീച്ചർമാരോട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ പപ്പയോടും മമ്മയോടും ഒക്കെ ചിലപ്പോൾ നമ്മൾ നുണകൾ പറയാലേ. അങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ, നമ്മളുടെ അറിവുകേട് കൊണ്ടോ ചിലപ്പോഴൊക്കെ അറിഞ്ഞുകൊണ്ടോ നമ്മളും പാപം ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പാപം ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് സന്തോഷമാണോ ഉണ്ടാവുന്നത്, സങ്കടമാണോ ഉണ്ടാവുന്നത്? പാപം ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പം വിചാരിക്കും ഒരു സന്തോഷമാണല്ലോ ഇതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താ ഉണ്ടാവുക? സങ്കടമാണ് ഉണ്ടാവുക. ദൈവകൽപ്പനകൾ പാലിച്ചാൽ പക്ഷെ നമുക്ക് എന്ത് കിട്ടും? സന്തോഷം ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ? നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ്. പപ്പയും മമ്മിയും പറയുന്നത് നമ്മൾ അനുസരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പപ്പയും മമ്മിയും നമുക്ക് ഭയങ്കര സ്നേഹമാണ്, അവരോട് നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ പപ്പയും മമ്മിയും പറയുന്നത് നമ്മൾ അനുസരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവം പറയണ കൽപ്പനകൾ അനുസരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ദൈവത്തോട് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് പിന്നെ ഇരട്ടി സ്നേഹം ഇങ്ങോട്ട് തോന്നുക ചെയ്യുന്നത്. അങ്ങനെ നമ്മളും ദൈവവും തമ്മിൽ നല്ല സ്നേഹത്തിലാവും. ഇനി അത് മാത്രമല്ല, നമ്മളും ദൈവവും തമ്മിൽ നല്ല സ്നേഹത്തിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം കിട്ടും. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് നല്ല കൽപ്പനകൾ, ഈ 10 കൽപ്പനകൾ തന്നത്. അപ്പോൾ ഇത് ലംഘിച്ച് പാപം ചെയ്ത് നമ്മൾ സങ്കടപ്പെട്ട് പോകണമെന്ന് ഇനി ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മളോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 4-ാം വചനം എങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്? പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, പാപം നിയമലംഘനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്നതായ ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ മാതാപിതാക്കളിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ചില കാര്യങ്ങൾ, നമ്മളുടെ അധ്യാപകരിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ചില നിയമങ്ങൾ, നമ്മളെ മുതിർന്ന സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നല്ല നല്ല ആളുകളൊക്കെ നമുക്ക് നൽകുന്ന നിയമങ്ങൾ, സമൂഹത്തിൻ്റെതായ നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ പാലിക്കുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തെ തന്നെയാണ് അതിലൂടെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. നിയമം ലംഘിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാപം ചെയ്യണോ? വേണ്ടല്ലേ. നമുക്ക് നല്ല കുഞ്ഞുങ്ങളായിട്ട് ദൈവത്തെ അനുസരിച്ച് സ്നേഹിച്ച് ആദരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇനി സിസ്റ്റർ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തുടങ്ങിയപ്പോൾ കണ്ടു ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമുണ്ടായി, വിഷമത്തിലൂടെ കടന്നുപോയി. ഇനി നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച ഒരാളുടെ അനുഭവം കൂടെ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. നമ്മുടെ പൂർവ്വ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. അബ്രഹാം, നിന്റെ മകനുമായി, നിന്റെ ഒരേ ഒരു മകൻ ഇസഹാക്കുമായി മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ അവനെ ഒരു ദഹനബലിയായി അർപ്പിക്കുക. ഇസഹാക്കിനെ ബലി കൊടുക്കാനോ? ഒരേ ഒരു പുത്രനെ? ഇല്ല, അത് ദൈവത്തിന്റെ സ്വരമല്ല, വല്ല ദുസ്വപ്നവുമായിരിക്കും. തൻ്റെ രണ്ടാമത്തെ പുത്രനെയും നഷ്ടപ്പെടുമോ എന്നോർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി. അയാളുടെ മനസ്സ് തകർന്നു. ഇസഹാക്കിനെ ബലി കൊടുക്കുന്ന കാര്യം അബ്രഹാം അതൊരു ദുസ്വപ്നമായിരുന്നിരിക്കാം.
പക്ഷേ ആ ശബ്ദത്തെക്കുറിച്ച് എനിക്ക് സംശയമില്ല. ഞാൻ ഹാറാനിൽ കേട്ട അതേ വ്യക്തമായ ശബ്ദം, അതേ മുഴക്കവുമായിരുന്നു. ഇല്ല, എനിക്കതിനാവില്ല. ഈ ദുരിതങ്ങളിൽ കൂടി ഞാൻ കടന്നു പോകുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. അത് ദൈവത്തിന്റെ ശബ്ദമല്ലാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് ദൈവം ശരിക്കും ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നോട് വീണ്ടും ആവശ്യപ്പെടട്ടെ. എന്റെ ഉറക്കത്തിലല്ല, ഞാൻ ഉണർന്നിരിക്കുമ്പോൾ. ഞാൻ ഇത്തരത്തിൽ ചിന്തിക്കരുത്. ഇല്ല, ദൈവം 2 തവണ ചോദിക്കുകയില്ല. അതെ, അത് ദൈവമായിരുന്നു. ഞാൻ അവനെ അനുസരിക്കും. സർവശക്തനായ ദൈവമേ, നിന്റെ വഴികൾ എനിക്ക് അജ്ഞാതമാണ്. എന്നാലും ദൈവമേ, ഞാനിതാ നിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നു. ഇസഹാക്കിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് ഞാൻ തിരിച്ചു വരുമ്പോ നിന്നോട് പറയാം. പക്ഷേ ഇസഹാക്ക് എവിടെയാണ്? ഇസഹാക്ക്, ഇസഹാക്ക്! ദേ വരുന്നു അപ്പാ. നീ എവിടെയായിരുന്നു? പോകുന്നതിന് മുന്നേ കാലുകൾക്ക് തീറ്റ കൊടുക്കാമെന്ന് കരുതി. നമ്മൾ പോയി വരുമ്പോഴത്തേക്കും സമയം വൈകിയാലോ, അതാ. അതെ അതെ. അങ്ങ് എന്തിനാണ് ഇത്രയധികം വിഷമിക്കുന്നത് പ്രിയനെ? ഒന്നുമില്ല, നമുക്കുടൻ പുറപ്പെടണം. ഇപ്പോൾ തന്നെ വൈകി. തുറന്നു പറയൂ പ്രിയനെ. ഒന്നുമില്ലെന്നേ. വരൂ ഇസഹാക്കേ, എന്റെ സഞ്ചി എടുത്തോളൂ. നമ്മളിപ്പോൾ പുറപ്പെടുകയാണ്. മോനെ, സൂക്ഷിക്കണേ. പോയി വരാമമ്മേ. പിറ്റേന്ന് രാവിലെ ഇസഹാക്കിനൊപ്പം എബ്രഹാം മോറിയയിലേക്ക് പുറപ്പെട്ടു. അവർ വിറകും കൂടെ എടുത്തിരുന്നു. അതൊരു നീണ്ട യാത്രയായിരുന്നു. ഭക്ഷണവും വെള്ളവും അവർ കരുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ അപ്പാ? നമ്മൾ മോറിയയിലേക്കാണ് പോകുന്നത്. എത്രമാത്രം ദൂരമുണ്ട്? ഇനി അധിക ദൂരം ബാക്കിയില്ല. അല്പസമയത്തിനുള്ളിൽ നമ്മുടെ അവിടെ എത്തും. എന്തിനാ നമ്മളവിടെ പോകുന്നത്? നമ്മൾ അവിടെ ഒരു ബലിയർപ്പിക്കുവാനാണ് പോകുന്നത് മോനെ. ദൈവം അപ്പനോട് ആവശ്യപ്പെട്ടിരുന്നോ നമ്മൾ ബലിയർപ്പിക്കാൻ? അതെ മോനെ, ദൈവം ബലിയർപ്പിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. നീ ഒന്ന് വേഗം നടക്ക്. ഇരുട്ടുന്നതിന് മുമ്പേ നമുക്കവിടെ എത്തിച്ചേരണം. ശരിയപ്പാ. ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം അവർ മോറിയ ദേശത്തെത്തി. ദൈവം അബ്രഹാമിനെ ബലിയർപ്പിക്കാനായി മുകളിലേക്ക് നയിച്ചു. ഒടുവിൽ നമ്മൾ എത്തിച്ചേർന്നു. അപ്പാ, ഇവിടെയാണോ നമ്മൾ ബലിയർപ്പിക്കാൻ പോകുന്നത്? അതെ മോനെ. പക്ഷെ അപ്പാ, നമ്മുടെ കയ്യിൽ വിറകും തീയും മാത്രമേ ഉള്ളൂ. ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടെവിടെ അപ്പാ? അത് ദൈവം തരും മോനെ. ദൈവം ഒരു കുഞ്ഞാടിനെ തരും. എനിക്കിത് ചെയ്യാനാകില്ല ദൈവമേ, എനിക്കിത് ചെയ്യാനാകില്ല. ഈ വിറക് എവിടെയാണ് വെക്കേണ്ടത് അപ്പാ? അപ്പാ, ആദ്യം ഇസ്മായിലിനെ മരുഭൂമിയിലേക്ക് വിട്ടു. ഇപ്പോഴിതാ ഇസഹാക്കിനെയും. എന്റെ ഒരേ ഒരു പ്രതീക്ഷ. അപ്പാ, അപ്പൻ എന്തിനാ കരയുന്നത്? എന്റെ മോനെ. എന്താ കാര്യം അപ്പാ? ഒന്നുമില്ല മോനെ, വെള്ളം കുടിക്ക്. അപ്പാ, ഞാനാണ് കുഞ്ഞാട്. എന്ത്? അപ്പൻ എന്നെ ബലി കൊടുക്കാൻ പോവുകയാണോ? എനിക്കറിയില്ല നിന്നോടിതെങ്ങനെ പറയുമെന്ന്. അതേ മോനെ, നീയാണ് ബലിവസ്തു. അതാണ് ദൈവനിശ്ചയം. ദൈവത്തിനെതിരെ ഞാൻ എന്താണ് ചെയ്തത്? ഒന്നുമില്ല മോനെ, ദൈവത്തിന് നിന്നോട് അപ്രീതി ഒന്നുമില്ല. അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നേക്കാൾ അധികം.
പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും അധികം. എനിക്കറിയാം അപ്പ, അങ്ങ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യുക. നീ ഒരു നല്ല മകനാണ്. പെട്ടെന്ന് തന്നെ അങ്ങ് ബലിയർപ്പിച്ചോളൂ. നീ കിടന്നോടൂ മകനെ. മോനെ, പെട്ടെന്ന് ബലിയർപ്പിക്കൂ അപ്പാ. അബ്രഹാം, ഉപകർത്താവേ, നീ ആ കത്തി താഴെയിടൂ. കുട്ടിയെ ഒരു വിധത്തിലും ഉപദ്രവിക്കരുത്. നിന്റെ പ്രിയപ്പെട്ട പുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ 1000ങ്ങളും 10,000ങ്ങളുമായി വർദ്ധിപ്പിച്ച് അസംഖ്യരാക്കും. അവർ ശത്രുക്കളെ കീഴടക്കി ഈ ലോകം ഭരിക്കും. ദൈവമേ നന്ദി, നിനക്ക് നന്ദി. എന്റെ മകനെ ഇസഹാക്ക്. അപ്പാ. അപ്പോൾ തന്നെ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ അബ്രഹാം കണ്ടു. അബ്രഹാം നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ബലിവസ്തുവിനെ കൊടുത്തു. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? തൻ്റെ പുത്രനായ ഇസഹാക്കിനെ ബലി കൊടുക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം ചോദിച്ചപ്പോഴും അബ്രഹാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്താ അവസാനം കാണുന്നത്? അബ്രഹത്തിന് സന്തോഷമായി, ഇസഹാക്കിന് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പാപം ചെയ്യണോ? വേണ്ടല്ലേ? അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ചില ബോധ്യങ്ങളൊക്കെ വന്നു. എന്തൊക്കെയാണ്? പാപം എന്നാൽ ദൈവകൽപ്പനകളുടെ ലംഘനമാണ്. രണ്ടാമത് നമുക്ക് കിട്ടിയൊരു ബോധ്യം എന്താണ്? ഈ ദൈവകൽപ്പനകളൊക്കെ ലംഘിക്കാൻ നമുക്ക് പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ പ്രലോഭനങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥന വഴി അതിജീവിക്കണം. ഇനി നമ്മളുടെ മനോഭാവത്തിലൊക്കെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നില്ലേ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? പോരല്ലോ. അപ്പോൾ നമുക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവം നൽകുന്ന കൽപ്പനകളെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. ദൈവത്തെയും മനുഷ്യരെയൊക്കെ നമ്മൾ സ്നേഹിച്ച് സ്നേഹത്തിൽ വളർന്ന് എല്ലാവരും പറയണതൊക്കെ അനുസരിച്ച് മിടുക്കരായിട്ട് നമ്മൾ മാറണം. പിന്നെ സാത്താൻ തരുന്ന പാപം ചെയ്യാനുള്ള പ്രേരണകളോട് നമ്മൾ യെസ് പറയണോ? വേണ്ടല്ലേ? അങ്ങനെ ഒരു മനോഭാവമൊക്കെ, സാത്താനോട് നോ പറയാനുള്ളൊരു മനോഭാവമൊക്കെ നമുക്ക് കടന്നു വന്നില്ലേ? ഇനി നമുക്ക് ചില നല്ല ശീലങ്ങളും കൂടെ വേണ്ടേ? ഇതിനോടനുബന്ധിച്ച് നല്ല ഒരു ശീലം നമ്മൾ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ശീലം നമുക്ക് വേണ്ടേ? ഇന്ന് മുതൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, നമ്മൾ പാപത്തോട് 100% ഇനി നോ പറയും. പാപം വേണോ നമുക്ക്? വേണ്ട. രണ്ടാമതൊരു കാര്യം, പാപം ചെയ്യാനുള്ള പ്രേരണകൾ കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളോടും നമ്മൾ നോ പറയും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ദൈവത്തോട് വിധേയത്വം പുലർത്തിക്കൊണ്ട് ദൈവകൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് മിടുക്കരായിട്ട് ജീവിക്കും. അപ്പോൾ എല്ലാ മക്കളും ഒരിക്കൽ കൂടി ഒന്ന് കൈകൂട്ടി പിടിച്ച് ഇതിനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? ദൈവം അനുഗ്രഹിച്ചാലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ഒന്നുകൂടെ കൈകൂട്ടി പിടിച്ച്, എല്ലാവരും കൈകൂട്ടി കണ്ണടച്ച് പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വിശുദ്ധരായ കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ, ദൈവകൽപ്പനകൾ അനുസരിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും ഒക്കെ അനുസരിച്ച് വിശുദ്ധിയിൽ വളരുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല ബോധ്യങ്ങൾക്കും നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ മക്കൾ നന്നായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവകൽപ്പനകളെക്കുറിച്ച് ഒന്നുകൂടി നന്നായിട്ട് ആഴത്തിൽ പഠിച്ച് കൽപ്പനകളൊക്കെ പഠിച്ചു വരണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ എല്ലാ മക്കളും മിടുക്കരായിട്ടിരിക്കണം കേട്ടോ.